ഇപ്രകാരം ഒരു ഖുർആൻ പാരായണം നടത്തിയാൽ ഇപ്രകാരമായി എല്ലാ ദിവസവും വീട്ടിലാണെങ്കിലും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം ഞങ്ങളുടെ മദ്രസയിലാകട്ടെ അതല്ലെങ്കിൽ വീട്ടിലാകട്ടെ, ഞങ്ങളുടെ കുട്ടികൾക്ക് ഖുർആൻ പാരായണം നടത്തുമ്പോൾ പഠിപ്പിക്കുന്ന സന്ദർഭത്തിലൊക്കെ വീട്ടിലാണെങ്കിൽ ഉമ്മമാർ അതല്ലെങ്കിൽ മദ്രസയിലാണെങ്കിൽ ഉസ്താദന്മാരൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാലും കുട്ടികളുടെ ഹൃദയത്തിൽ ഖുർആൻ കടത്താനുള്ള ഏറ്റവും എളുപ്പമായ വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഉമ്മമാർക്ക് വലിയ ഉപകാരമുള്ള, ഉസ്താദന്മാർക്ക് വലിയ ഉപകാരമുള്ള ഒരു ട്രിക്സും കൂടിയാണ്, മെത്തേഡും കൂടിയാണ്. 7 മെത്തേഡിൽ കൂടി 7 ട്രിക്സിൽ കൂടിയാണ് ഖുർആൻ പാരായണം നടത്തേണ്ടത്, കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതെന്നതാണ്. 2ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതി ഞങ്ങൾ പ്രാവർത്തികമാക്കിയാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ മനസ്സിലാകുമെന്നതാണ്. ഒന്നാമതായി, കുട്ടികൾക്ക് ഉസ്താദ് ഖുർആൻ പാരായണം നടത്തുന്ന സന്ദർഭത്തിൽ ആദ്യം ഖുർആൻ ഉസ്താദ് തന്നെ ഓതണം എന്നതാണ്. ആ ഖുർആനിന്റെ ആയത്തെ ആദ്യം തന്നെ ഉസ്താദ് ഓതണം. അതിനെ കുട്ടികൾ ശ്രദ്ധാപൂർവം അതിനെ കേൾക്കുകയും വേണം എന്നതാണ്. 2ാമതായി പറയാനുള്ളത്, കുട്ടികൾക്ക് ഉസ്താദ് ഓതിക്കൊടുക്കുകയും വേണം എന്നതാണ്. 2ാമതായി, കുട്ടികൾക്ക് ഖുർആൻ ഉസ്താദ് ഓരോന്നായി ഇങ്ങനെ ഓതിക്കൊടുക്കുകയും അതേപോലെ ആ ഖുർആനിനെ കുട്ടികൾ ഉസ്താദ് ഓതിക്കൊടുത്തതനുസരിച്ച് അതിനെ ഓതുകയും ചെയ്യണം എന്നതാണ്. 3ാമത്തെ ട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഉസ്താദും കുട്ടികളും ഒന്നിച്ച് ആ ഒരു ആയത്ത്, ഒരു ദിവസം 1 ആയത്തോ 2 ആയത്തോ ഓതി കൊടുക്കുമ്പോൾ ആ ആയത്ത് ഉസ്താദും കുട്ടികൾ ഒന്നിച്ചു ഓതണം എന്നതാണ് 3ാമത്തെ ട്രിക്സ്. 4ാമത്തെ ട്രിക്സ് എന്നുള്ളത്, കുട്ടികളിൽ നിന്ന് ആൺകുട്ടികളെ മാത്രം ആ ഒരു ഖുർആന്റെ ആയത്ത് ഓതിപ്പിക്കുകയും 5ാമതായി പെണ്ണുകുട്ടികളെ മാത്രമായി ആ ഖുർആനിന്റെ ആ ഒരു ആയത്ത് ഓതിപ്പിക്കുകയും 6ാമതായി ആൺകുട്ടികളും പെണ്ണുകുട്ടികളും ഒന്നിച്ചിട്ട് ആ ഒരു അന്നത്തെ പാഠഭാഗത്തിന്റെ ഖുർആനിന്റെ ആയത്ത് അന്നത്തെ ആയത്തിനെ ഓതിക്കൊടുക്കുകയും ചെയ്യണം, ഓതിപ്പിക്കണം എന്നതാണ്. 7ാമത്തേതായി, കുട്ടികളെ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തി ഒറ്റൊറ്റക്കായിട്ട് അവർ സ്വയം പ്രകടനം അവർ തന്നെ ഒറ്റൊറ്റക്കായിട്ട് അവർ ഓതേണ്ടതുണ്ട് എന്നതാണ്. ഇപ്രകാരം ഒരു ഖുർആൻ പാരായണം നടത്തിയാൽ, ഇപ്രകാരമായി എല്ലാ ദിവസവും വീട്ടിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഇപ്രകാരമായിട്ടുള്ള ഖുർആൻ ഓത്ത് ഓരോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ്, അതായത് ഖുർആനിലൊക്കെ വീക്കായിട്ടുള്ള കുട്ടികൾ നല്ല റിസൾട്ടാണ് അവർക്ക് ആ ഖുർആൻ കൊണ്ട് എന്ന കുട്ടികൾക്ക് റിസൾട്ട് വരും എന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തആല ഞങ്ങളുടെ കുട്ടികളെ നല്ല ഇൽമുള്ള, നല്ല ഹിഫ്ദ് ശക്തിയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.